ഹാബേലിന്റെ ആദ്യഫലം നീ സ്വീകരിച്ചതുപോലെ ഞങ്ങളുടെ ധൂപം നീ സ്വീകരിക്കണമേ. ഹാനോക്കിന്റെ ശുശ്രൂഷ നിന്നെ പ്രസാദിപ്പിച്ചതുപോലെ ഞങ്ങളുടെ ശുശ്രൂഷ നിനക്ക് പ്രീതികരമാകണമേ. നീതിമാനായ നോഹയുടെ ബലിയിൽ നീ സന്തുഷ്ടനായ പ്രകാരം ഞങ്ങളുടെ യാത്രാഫലത്തിൽ നീ സന്തുഷ്ടനാകണമേ. കർത്താവേ, ഞങ്ങളുടെ പിതാവും നിന്റെ സ്നേഹിതനുമായ അബ്രഹാമിന്റെ വിശ്വാസം നിനക്ക് പ്രീതികരമായതുപോലെ ഞങ്ങളുടെ നമസ്കാരം നിനക്ക് ആനന്ദപ്രദമാകണമേ. നീതിമാനായ യോബിന്റെ അടുക്കൽ ദുഷ്ടം ലജ്ജിതനായ പ്രകാരം ഈ ഭവനത്തിന്റെ ശത്രുവായ ദുഷ്ടം ലജ്ജിക്കുവാനിടയാക്കണമേ. ശ്രേഷ്ഠാചാര്യനായ അഹ്റോന്റെ ധൂപം മുഖേന ഇസ്രായേൽ ജനത്തിൽ നിന്ന് വസന്ത നിരോധിക്കപ്പെട്ടതുപോലെ ഈ ഭവനത്തിൽ നിന്ന് കഠിന രോഗങ്ങളും കോപത്തിന്റെ ദണ്ഡനങ്ങളും നീ നിരോധിക്കണമേ. ഈ ഭവനത്തിന് വേണ്ടിയും ഇതിൽ വസിക്കുന്നവർക്ക് വേണ്ടിയും കരുണയും കൃപയും നിന്നോട് ഞാൻ യാചിക്കുന്നു. ഈ നിന്റെ ഭക്തന്റെ യാതന തിരുസന്നിധിയിലെത്തുകയും ഈ ഭവനം ഐശ്വര്യം പ്രാപിക്കുകയും ഇതിന്റെ നിവാസികൾ നീതീകരിക്കപ്പെട്ട് രക്ഷ നേടുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞാടുകൾ നിന്റെ മേച്ച സ്ഥലങ്ങളിൽ മേയുകയും നിന്റെ ആടുകൾ നിന്റെ നന്മകളാൽ തൃപ്തരാകുകയും ഞങ്ങൾ എല്ലാവരും നിന്ന് കണ്ട പ്രാപിക്കുകയും ചെയ്യണമേ. പാപികളെ പ്രീതിപ്പെടുത്തുവാനുമായ കർത്താവേ, നിന്റെ കരുണാപായത്തിനനുസരിച്ച് ഞങ്ങൾ ചെയ്തോ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നീ തിരുമനസ്സായ ഞങ്ങളുടെ ധൂപവും പ്രാർത്ഥനകളും സ്വീകരിച്ച് ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും വിശ്വാസികളായ പരേതർക്ക് പാപമോചനം നൽകുകയും ചെയ്യണമേ. ഞങ്ങൾ നിനക്ക് എപ്പോഴും എല്ലാ സമയത്തും നീക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കാം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ലോകത്തിന് ജീവനും രക്ഷയും അറിയിച്ച അറിയിപ്പുകാരനായ ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിൽ നിന്ന് ലോക ജീവിതകാലത്ത് ഇവ ഇപ്രകാരം സംഭവിച്ചു. പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന പേരായ ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണുവാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ അവന് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണുവാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സെക്കമോർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിനെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്,
വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങി ചെന്ന സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അത് കണ്ടപ്പോൾ അവരെല്ലാവരും ദുർബലത്തു. ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേബൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക ഞാൻ വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രഹാമിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കുവാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുവചനത്തിൽ നിന്ന് നാം കേട്ടത്, നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ വന്ന് വസിക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ്. ദൈവത്തെ അങ്ങ് വിദൂരതയിൽ ആക്കി നിർത്താതെ ആകാശത്തിന് മുകളിൽ എങ്ങോ കഴിയുന്നൊരു ദൈവമല്ല, മറിച്ച് എന്നോടൊപ്പം വസിക്കുവാൻ, എൻ്റെ സന്തോഷങ്ങളും എൻ്റെ ദുഃഖങ്ങളും പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ നമ്മുടെ കൂടെ വന്നിരിക്കുമ്പോഴാണ് നമ്മുടെ സമൃദ്ധിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്. ഈ ഭവനം അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് നമുക്ക് ലഭിക്കപ്പെട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയുകയാണ്. ദൈവമേ, നിന്റെ ദാനമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ ഭവനത്തെ നീ എന്നും വസിച്ച് ബലപ്പെടുത്തണമേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സാത്താനും അവൻ്റെ സൈന്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇല്ല എന്ന് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടേയിരിക്കും. കുടുംബത്തിലുള്ള എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, എന്നാൽ അത് വഞ്ചന നിറഞ്ഞൊരു ചിന്തയാണെന്നും ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതാണ് സത്യമായിട്ടുള്ള അവസ്ഥയെന്നും തിരിച്ചറിയുക. അങ്ങനെയുള്ള ആ ദൈവം നമ്മളെ ബലപ്പെടുത്തും. അതുകൊണ്ട് തന്നെ ഈ ഭവനത്തിൽ എല്ലാ നിമിഷവും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന സ്വരമുണ്ടാകണം. പ്രത്യേകിച്ച് പ്രഭാതത്തിലും പ്രദോഷത്തിലും തിരുവചനം വായിച്ച് ദൈവത്തെ സ്തുതിച്ച് പാട്ടുപാടി പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബമായി രൂപീകൃതമാകണം. അതിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയാണ് ദൈവം നമുക്ക് ഇങ്ങനെ ഭവനം നൽകിയിരിക്കുന്നത് എന്നുള്ള കാര്യം മറക്കാതിരിക്കാം. അതോടൊപ്പം തന്നെ ഇവിടെ കടന്നു വരുന്നവർ സന്തോഷത്തിലുമൊക്കെ ആയിരിക്കാം കടന്നു വരുന്നത്. എന്നാൽ ഇവിടെ നിങ്ങൾ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകുന്നവരെല്ലാം പൂർണ്ണമായ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി മാത്രം പോകുവാൻ നിങ്ങളുടെ പ്രത്യേകമായ പെരുമാറ്റം കൊണ്ട് ഇടയാകേണ്ടതുണ്ട്. അതിന് ബലം നൽകുന്നത് നമ്മുടെ കർത്താവാണ്. ആ കർത്താവാണ് ഇവിടെ വസിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ വാക്കുകൾ കൊണ്ട് പുറമോടിയിലൊക്കെ എഴുതി വെക്കും. ഇവൻ കർത്താവ് എൻ്റെ ഇടയനാകുന്നു എന്നും കർത്താവ് ഈ ഭവനത്തിൻ്റെ നാഥനാണെന്നൊക്കെ പുറത്തെഴുതി വെക്കുക എന്നുള്ളതല്ല. എൻ്റെ ഹൃദയത്തിൽ അത് എഴുതി വെക്കണം. എൻ്റെ കർത്താവാണ് ഈ വീടിൻ്റെ നാഥൻ. അവൻ പറയുന്നത് പോലെ ജീവിക്കാം. ഇവിടെ ഉപായങ്ങൾ വേണ്ട, കള്ളത്തരങ്ങൾ വേണ്ട, അന്യായങ്ങൾ വേണ്ട. മറിച്ച് ദൈവം പറയുന്നത് പോലെ ജീവിച്ചാൽ ദൈവം എല്ലാ സമൃദ്ധിയും നമുക്ക് നൽകുമെന്നുള്ള ബോധത്തോടുകൂടി ദൈവാശ്രയത്തിൽ വളരുവാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന ഈ കുടുംബത്തെ അനുഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ സമൃദ്ധിയും സന്തോഷവും നിങ്ങൾക്ക് എന്നും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. വൈദികൻ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു. രഹസ്യമായിട്ടുള്ള ഈ പ്രാർത്ഥനകളിലൂടെയെല്ലാം ഈ കുടുംബത്തിൽ നിന്ന് പൈശാചിക ബന്ധനങ്ങളും അന്ധകാരത്തിൻ്റെ ശക്തികളും പൂർണ്ണമായും മാറുകയും വിശുദ്ധ ജലം തളിച്ചുകൊണ്ട് ഈ കുടുംബത്തെ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുകയും ചെയ്യുന്ന നിർണായകമായൊരു നിമിഷമാണിത്. ഈ സമയത്ത് നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ സാത്താനും അന്ധകാരവും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതൊന്നും പ്രവർത്തിക്കാതിരിക്കുവാൻ, അത് മദ്യപാനത്തിൻ്റെയോ മദിരാക്ഷിയുടെയോ തിന്മകളുടേതോ അനീതിയുടെയോ ഒന്നും ഇവിടെ ഉണ്ടാകാതിരിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പുരോഹിതൻ ഇപ്പോൾ ഈ ജലം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, തിരുവചനത്തിൻ്റെ കീഴിൽ ഈ വെള്ളം പ്രത്യേകമായി ആശീർവദിക്കപ്പെടുകയാണ്. വചനത്തിൻ്റെ ശക്തി കൊണ്ടാണ് ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടത്. ആ സന്തോഷവും ആനന്ദവും ഈ കുടുംബത്തിൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും കൃപയോടുകൂടി മറ്റുള്ളവർക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യമായി തീരുവാൻ നമുക്ക് ഇപ്പോൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. നാഥാ, നിന്നുടെ ആർദ്രത നിറയും വാതിൽ തുറന്നീ യാചന കേട്ടിനാത്മാക്കളുമേൽ കൃപ ചൊരിയണമേ. ഗോഢം മുറിയിൽ പ്രാർത്ഥിപ്പതിലാണീശൻ സംപ്രീതൻ. ആരവമതിനാലല്ല ശിഷ്ട നേടിയതൗന്നത്യം. പ്രാർത്ഥന മൂലം സൗമ്യൻ മോശ സമുദ്രം ഭാഗിച്ചു. ഈശ്വരൻ കരണം ചെയ്തു ദുഷ്ടൻ ഫറവോൻ മുങ്ങിപ്പോയി. ദാവീദിൻ പ്രാർത്ഥന കേട്ടീശൻ
ഇന്നവരെ ദൈവം സംരക്ഷണ ചെയ്തു. ദയവായി എന്നിൽ പ്രഭവിച്ചിടും കാര്യങ്ങൾ ചാവിൻ നാഴിക ന്യായാസനവും നരകവും ഇവ തന്നെ. വിശ്വാസപൂർവ്വം തന്നെ വിളിക്കുന്നവർക്ക് മറുപടി നൽകുന്ന ദൈവാധിദൈവവും കർത്താവുമേ, നിന്റെ ദാസനായ ഞാൻ ബലഹീനനും പാപിയും അയോഗ്യനുമെങ്കിലും എൻ്റെ അപേക്ഷ കൈക്കൊള്ളണമേ. അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനും കരുണാസമ്പൂർണനും നല്ല സൃഷ്ടിയോട് സർവ്വദാനുകമ്പയുള്ളവനുമായ കർത്താവേ, നിന്റെ കൃപയാൽ ഈ ദാസന്റെ ഭവനത്തിൽ വസിക്കുന്ന എല്ലാവരിൽ നിന്നും കോപബലമായ ശിക്ഷകളും പലതര രോഗങ്ങളും മഹാമാരിയും സങ്കടകരമായ നാശനഷ്ടങ്ങളും ദുഷ്ടന്റെ ഉപദ്രവങ്ങളും നീ തടയണമേ. ദൈവമാതാവായ മറിയാമിന്റെയും ഞങ്ങളുടെ പിതാവായ മാർത്തോമാശ്രീകായുടെയും വിശുദ്ധനായ ഗീവർഗീസകതായുടെയും സകല വിശുദ്ധരുടെയും പ്രാർത്ഥനകളാൽ ഞങ്ങളിൽ കരുണയും ദയയും ഉണ്ടാകുമാറാകണമേ. മോറൻ കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കുമുള്ള തളിപ്പായി തീരുവാൻ ഈ വെള്ളം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ വിശുദ്ധ ശ്രീബായുടെ അടയാളത്താൽ മുദ്രയിട്ടുകൊണ്ട് ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. നീ കളിക്കണമേ, നിന്റെ ആനന്ദവും സന്തോഷവും ആക്കണമേ. എന്റെ അസ്ഥികൾ സന്തോഷിക്കും. ഒന്നായിരിക്കുന്ന പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരുടെയും തിരുനാമത്തിൽ വിശുദ്ധ ശ്രീബായുടെ അടയാളം താമസിച്ചുകൊണ്ട് ഈ ഭവനം ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. സ്വഭാവുണ്ട് എന്ന് നീ കളിക്കണമേ. ഞാൻ വെളിവാക്കപ്പെടുവതിനാൽ നീ വെണ്മയാക്കണമേ. കുറച്ച് മഞ്ഞേക്കാൾ പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ഈ ഭവനം വിശുദ്ധ ശ്രീബായുടെ താമസിച്ചുകൊണ്ട് ആശീർവദിക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടുന്നു. സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, ഒരു വെടിപ്പുള്ളതേ എന്നെ സൃഷ്ടിക്കണമേ. എന്റെ ആത്മാവിനെ ഉള്ളിൽ പോതാക്കണമേ. എന്റെ തിരുമുമ്പിൽ തന്നെ തള്ളിക്കളയരുതേ. എന്റെ പരിശുദ്ധാത്മാവിനെ എടുക്കുകയും അരുതേ. എന്റെ പാപങ്ങളിൽ നിന്ന് മുഖം തിരിച്ച് എന്റെ അതിക്രമങ്ങളൊക്കെയും മായിച്ചു കളയണമേ. ദൈവമേ, എന്റെ പാപങ്ങളെ ഞാൻ പാപം ചെയ്തു. എന്റെ തിരുമുമ്പിൽ ഞാൻ ചെയ്തു.
ബാർക്കുമോ ബസ്മോദാബോ ആമീൻ. മോദാബരോ ആമീൻ. അറുബഹായോ ദനവോനം മുൽമീ ആമീൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ വിശുദ്ധ ശ്രീമാരയാൾക്കാണ്ട് ഈ ഭവനം ആശ്രയിക്കപ്പെട്ട ശുദ്ധീകരിക്കപ്പെടുന്നു. ബാർക്കുമോ ബസ്മോദാബോ ആമീൻ. മോദാബരോ ആമീൻ. അറുബഹായോ ദനവോനം മുൽമീ ആമീൻ. മാതാകാദീശന്മാരൻ പ്രാർത്ഥനയാ കൃപദേശ അനന്വാരി ഭവനത്തിലും വീട്ടാകും വാഴേകണമേ. മാതാകാദീശന്മാരൻ പ്രാർത്ഥനയാ കൃപദേശ അനന്വാരി ഭവനത്തിലും വീട്ടാകും വാഴേകണമേ. നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ച നിങ്ങളെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് വാഴ്ത്തി ശുദ്ധീകരിക്കട്ടെ. അവിടെ നിങ്ങളെയും പരേതരെയും സ്വരാജ്യത്തിൽ ആനന്ദിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധമായ ബലഹീനമുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിന്റെ ഉന്നതമായ സിദ്ധാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരുമാനാകണമേ. ആബോഗരോഗാദീശോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിനക്ക് സമാധാനം.
കുട്ടിൻ്റെ വലിയ ഇച്ചിരി അല്ല ഞാനും കത്തിക്കും ഇത് ഞാൻ ഇത് ഞാൻ തരട്ടെ ഇളക്ക് അതിലൊരു കറിയില്ല ഇതിൻ്റെ അടപ്പെടുത്ത് അടയ്ക്കണം അത് കരിയിടട്ടമ്മ വേണ്ട അതിലല്ല അതിനകത്തല്ലേ?